ഹായ് ഓൾ. LP ഇൻ്റർവ്യൂകളിൽ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും ആവശ്യപ്പെട്ടിരുന്നു എല്ലാ ജില്ലകളിലെയും ക്വസ്റ്റ്യൻസ് ഒന്ന് അതിൻ്റെ ഉത്തരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോസ് ചെയ്യാനായിട്ട്. അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് മിക്ക ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ എനിക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. 5 or 6 ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതുവരെ വീഡിയോസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് പ്രധാനമായിട്ട് വീണ്ടും പറയാനുള്ള ഒരു കാര്യം, മുൻപ് ഞാൻ പറഞ്ഞതാണ്, ക്വസ്റ്റ്യൻസ് എല്ലായിടത്തും ഇപ്പോൾ ഈ 6 ജില്ലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ മിക്ക ചോദ്യങ്ങളും ഒരേ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിഗ്രി മെയിൻ സബ്ജക്റ്റ് ഏതാണ് എന്നതിനെ ബേസ് ചെയ്ത് മാത്രമാണ് വ്യത്യസ്തമായ ചോദ്യങ്ങളുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിനെ പറ്റി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. ബാക്കി മിക്കവാറും 90% ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഓരോ ഇൻ്റർവ്യൂവിനും ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അനുഭവങ്ങൾ മറ്റുള്ളവർ പങ്കുവയ്ക്കുന്നത് അത് നിങ്ങൾക്ക് ലഭ്യമാകുമെങ്കിൽ അത് നോക്കി അതിൻ്റെ ആൻസേഴ്സ് കണ്ടെത്താൻ ശ്രമിക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന നിലയിൽ ചെയ്യാനുള്ളൂ. പിന്നെ ഓൾറെഡി എല്ലാവരും പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞു കാണും, ഇപ്പോൾ ക്ലാസ് എടുപ്പിക്കുക എന്നൊരു പരിപാടി ഇപ്പോൾ ഇല്ല, ഡെമോ ക്ലാസ് ചെയ്യിക്കുന്നില്ല. ഒന്ന് എന്തെങ്കിലും ഒരു ടോപ്പിക്ക് തന്നാൽ നിങ്ങൾ ആ ഒരു ടോപ്പിക്കിനെ എങ്ങനെയാണ് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതേവരെ ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇനിയും അത് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ ടോപ്പിക്കുകൾ അതുപോലെ ഓരോ സബ്ജക്റ്റ് നിങ്ങളുടെ ഡിഗ്രി മെയിൻ സബ്ജക്റ്റ് ഉള്ളവർ അതിനെ പറ്റിയൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ, അതിന് വേണ്ടി നിങ്ങൾ ട്രൈ ചെയ്യാനാണ് എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് എന്നതിനെ പറ്റി ചോദിക്കുകയുണ്ടായി. സ്കൂളുകളിൽ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മലയാളമാണ്, സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. തീർച്ചയായിട്ടും അത് തെറ്റിപ്പോകരുത്. എയ്ഡഡ് അതുപോലെ തന്നെ പൊതുവിദ്യാലയങ്ങളിലെല്ലാം തന്നെ ഫസ്റ്റ് ലാംഗ്വേജ് മലയാളമാണ്. പിന്നെ അതുപോലെ ഫോറിൻ ലാംഗ്വേജ് എന്താണ്, ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണെന്ന് കൂടി ചോദിച്ചിരുന്നു. ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ, നേറ്റീവായിട്ടുള്ള പ്രദേശത്തെ ഭാഷയല്ലാതെ പഠിക്കുന്ന ഭാഷയെയാണ് ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്ന ഫോറിൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് തന്നെയാണ്. നിങ്ങൾ വേറെ ഒരു ഭാഷയെയും ആലോചിച്ച് നോക്കണ്ട. നമ്മളൊരു മൂന്നാമത്തെ ലാംഗ്വേജ് ആയിട്ട്, ഇപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് കഴിഞ്ഞ് തേർഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ് പഠിക്കുന്നത് ഹിന്ദിയാണ്. അതെല്ലായിടത്തും ഇല്ല എങ്കിൽ പോലും നമ്മൾ UP മുതൽ തേർഡ് ലാംഗ്വേജ് ആയിട്ട് പഠിക്കുന്നത് ഹിന്ദിയാണ്. ഫോറിൻ ലാംഗ്വേജ് എന്ന് ചോദിച്ചാൽ അത് എല്ലായ്പ്പോഴും ഇംഗ്ലീഷാണ്. മറ്റൊരു ചോദ്യം, ഭാജ്യസംഖ്യ ഏതാണെന്ന് ചോദിച്ചിരുന്നു. അത് മാത്സ് മെയിനായിട്ടുള്ള കുട്ടികളോടല്ല ചോദിച്ചിട്ടുള്ളത്, സാധാ ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. കാരണം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഭാജ്യസംഖ്യ എന്താണ്, അഭാജ്യസംഖ്യ എന്നുള്ളത് എന്താണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകാം. അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ്, അതായത് ഒരു സംഖ്യ, ആ സംഖ്യയും ഒന്നും മാത്രം ഘടകങ്ങളായിട്ട് വരുന്ന സംഖ്യേനെയാണ് അഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. 2, 3, 5, 7 ഇവയെല്ലാം തന്നെ ആദ്യത്തെ അഭാജ്യ സംഖ്യകളാണ്. ഫസ്റ്റത്തെ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 2 ആണ്. 2നെ 2 കൊണ്ടും 2ഉം 1ഉം മാത്രം ഗുണിച്ചാൽ മാത്രമേ ഈ 2 എന്നുള്ള ഉത്തരം നമുക്ക് വരുള്ളൂ. അതേപോലെ തന്നെയാണ് 3ഉം 5ഉം 7ഉം. ഇതിൽ നിന്നും എൻ്റെർലി ഡിഫറൻ്റ് ആണ് ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. കാരണം ഭാജ്യസംഖ്യ എന്നത് അതിന് ഒരു സംഖ്യയും അതേപോലെ എക്സാമ്പിളായിട്ട് 9ഉം 1ഉം കൂടി ഗുണിച്ചാൽ മാത്രമല്ല 9 കിട്ടുക, 3ഉം കൂടി ഗുണിച്ചാലും 9 കിട്ടും. അങ്ങനെയുള്ള സംഖ്യകളെയാണ് ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ വരുമ്പോഴാണ് ഭാജ്യസംഖ്യകൾ. ഒരു സംഖ്യയും, അതായത് ആ സംഖ്യയും ഒന്നും മാത്രം ഘടകങ്ങളായിട്ട് വരുമ്പോൾ
അതിനെ അഭാജ്യ സംഖ്യ എന്ന് പറയും. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തത് കാരണം 2-3 പേരോട് ഓൾറെഡി ചോദിച്ചതായിട്ട് പറഞ്ഞു കേട്ടു. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. ഏവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. മറ്റൊരു ചോദ്യം പ്രധാനമായിട്ട് ചോദിച്ചത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് എന്തുകൊണ്ടാണ്, എന്തിനു വേണ്ടിയാണ് എന്നൊക്കെയാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത്. മിഷണറിമാരാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആളുകളെ ആവശ്യമാണ്, അതായത് ജോലിക്കാരെ ആവശ്യമാണ്. ഇപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മെയിൻ റോളിലൊക്കെ ഇരിക്കുന്ന മെയിൻ ജോലികൾക്കുള്ള ആളുകളെ അവർ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരും. ചെറിയ ചെറിയ ജോലികൾക്കുള്ള ആളുകളെ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറയുന്നത് അവർക്ക് ഡിഫിക്കൽട്ടാണ്. ചെറിയ ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള ജോലിക്കാരാണ്. അപ്പം അത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് അത് കൂടുതൽ ലാഭകരം അതാണ്. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇംഗ്ലീഷ് കേരളത്തിൽ ഇന്ത്യയിലൊക്കെ ആരംഭിച്ചത്. അതിന് അവരെ ഹെൽപ്പ് ചെയ്തത് മിഷണറിമാരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് ഇംഗ്ലീഷ് എന്ന ഭാഷ ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊരു പ്രധാന ചോദ്യം ചോദിച്ചത് ഫ്രീ പീരീഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ കുട്ടികളെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരിക്കും ചെയ്യിക്കുക എന്നൊരു ചോദ്യമാണ്. ഒരു LP ക്ലാസ്സിൽ ഫ്രീ പീരീഡ് കിട്ടുകയാണെങ്കിൽ ടീച്ചർക്ക് അത് വളരെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാം. അതിന് വേണ്ട കുറച്ച് ആക്ടിവിറ്റീസാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലായ്പ്പോഴും കുട്ടികൾക്കൊരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ലേണിംഗ് ഐഡിയാസ് നമുക്ക് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഒരു ഫ്രീ പീരീഡ് കിട്ടുകയാണെങ്കിൽ അവർക്ക് എൻകറേജ്മെന്റ് നൽകുന്ന ആക്ടിവിറ്റീസ്, ക്രിയേറ്റിവിറ്റി അവരുടെ എൻഹാൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അവരുടെ ഒരു ഏത് തരത്തിലുള്ള കഴിവുകളാണെങ്കിലും അതിനെ ഉയർത്തുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. വളരെ ക്രിയേറ്റീവായിട്ട്, പിന്നെ അവർക്ക് അതുപോലെ തന്നെ എക്സ്പ്രസീവായിട്ട് എന്തെങ്കിലും അവരുടേതായ കഴിവുകൾ ഒരുപാടുണ്ടാവും. അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട്, അവർ പ്രകടിപ്പിക്കാനായിട്ടുള്ളൊരു ടൈം നമ്മൾ ഇത്തരം ഫ്രീ പീരീഡ്സിൽ അവർക്ക് നൽകണം. ചിലർ നന്നായി പാട്ട് പാടുന്നവരായിരിക്കാം, ചിലർക്ക് നന്നായി കഥ പറയാൻ അറിയുന്നവരായിരിക്കാം. അത്തരത്തിൽ ഓരോരുത്തരും വ്യത്യസ്തമായ കഴിവുള്ളവരായിരിക്കാം. മോണാക്ട് ചെയ്യാൻ കഴിവുള്ളവരുണ്ടായിരിക്കാം. ഏത് കഴിവാണെങ്കിലും അതവർക്ക് കുട്ടികൾ പറയും ഞാൻ ഇത് ചെയ്യാം എന്നൊക്കെ. അതിനുള്ളൊരു അവസരം നമ്മൾ ഈ ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ നമുക്ക് അവർക്ക് അവസരം ഒരുക്കി കൊടുക്കാം. അവരുടെ ടാലൻ്റ് ഒക്കെ അറിയാനായിട്ട് നമുക്ക് ഈ സമയം നന്നായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ക്രിയേറ്റീവ് റൈറ്റിംഗ് നന്നായി എഴുതുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് എഴുതാനുള്ള ഒരു അവസരം, ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പറഞ്ഞ് അങ്ങനെ എഴുതാൻ താല്പര്യമുള്ള കുട്ടികളെ അവരോട് എഴുതാനായിട്ട് ആവശ്യപ്പെടാം. മികച്ച കവിതകളൊക്കെ അവർ എഴുതി നമ്മളെ കാണിക്കുക. അപ്പോൾ അവരുടെ ആ തരത്തിലുള്ള ടാലൻ്റുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് ഈ സമയങ്ങളിൽ അതും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിൽ, അതായത് 1ാം ക്ലാസ് ഒക്കെ ആണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറയാം. അത് ഇൻസ്ട്രക്ഷൻ കൊടുത്തുണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അവരോട് വെറുതെ കുറേ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാനൊക്കെ ആയിട്ട് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പറയാണ് ടോളായിട്ടുള്ളത് ഉണ്ടാക്കാൻ പറയാം. അല്ലെങ്കിൽ തീരെ ഹൈറ്റ് ഒന്നും ഇല്ലാണ്ട് വീട്, എന്നാൽ ഒരുപാട് ഹൈറ്റ് ഒന്നും വേണ്ട, അങ്ങനെയൊക്കെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അവരുണ്ടാക്കുമ്പോൾ അതൊരു എൻജിനീയറിംഗ് ലെവലിൽ അവരുടെ കഴിവുകൾ വർദ്ധിച്ചു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ബോർഡ് ഗെയിംസ്, ക്ലേ യൂസ് ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കൽ, ഇതൊക്കെ വളരെ രസകരമായിട്ട് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ക്വിസ് നടത്താം. സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങൾ. ഇപ്പോൾ നമ്മൾ ദിനാചരണങ്ങളൊക്കെ നടത്തുമ്പോൾ ക്വിസ് പ്രോഗ്രാംസ് നടത്തും. അപ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അവരെ പരിചയപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള ഫ്രീ പീരീഡ് ടീച്ചേഴ്സിന് യൂസ് ചെയ്യാം. ഇത്തരത്തിലുള്ള ഗെയിംസ് ഒക്കെ യൂസ് ചെയ്തിട്ട്
നമുക്ക് കിട്ടുന്ന ഫ്രീ പീരീഡ് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ടീച്ചേഴ്സ് മറ്റ് ജോലികളിൽ ഏർപ്പെടാതെ ആ ഒരു ഫ്രീ പീരീഡ് സാധാരണ ഒരു സമയത്തേക്കാളും യൂസ്ഫുൾ ആയിട്ട് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി കണ്ടെത്താനായിട്ട് യൂസ് ചെയ്യണം എന്നതാണ് നമ്മളിവിടെ ഇന്റർവ്യൂ ബോർഡിന് നൽകേണ്ട ഒരു ആശയം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഒരുപാട് പേരോടൊന്നും ചോദിച്ച് കണ്ടില്ല, പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് ചോദിച്ച ചോദ്യമാണെന്ന് തോന്നുന്നു. അതായത് 7-ാം തീയതി ചോദിച്ച ചോദ്യമാണ്, ഗദ്യഭാഗം എങ്ങനെയാണ് പഠിപ്പിക്കുക എന്നൊരു ചോദ്യം ചോദിച്ചു. പദ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ഗദ്യഭാഗം എങ്ങനെ പഠിപ്പിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മൾ പെട്ടെന്നൊന്നും ചിന്തിക്കാത്ത കാര്യമാണ്. പെട്ടെന്ന് ഗദ്യഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ വായിച്ചു കൊടുക്കുക, കുറച്ച് എക്സ്പ്രസീവായിട്ട് അത് അവതരിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ നമുക്ക് പെട്ടെന്ന് വരുള്ളൂ. ആ ഗദ്യഭാഗം പഠിപ്പിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് പറയാവുന്ന ഉത്തരങ്ങൾ പിക്ചർ പ്രോംപ്റ്റ്സ് കാണിച്ചിട്ട് അവർക്കൊരു ഐഡിയ ഉണ്ടാക്കാം. അതായത് നമ്മൾ എടുക്കുന്ന ഒരു കണ്ടന്റ് അതിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പിക്ചേഴ്സ് കുട്ടികളെ കാണിക്കാം. എന്നിട്ട് 1-2 പിക്ചേഴ്സ്, എന്നിട്ട് അവരോട് ചോദിക്കാം എന്തായിരിക്കും, ആരൊക്കെ ആയിരിക്കും ക്യാരക്ടേഴ്സ്, എന്തായിരിക്കും കഥയുടെ ഒരു തീം എന്നൊന്നും പറയണ്ട. കുട്ടികളോട് ചോദിക്കുമ്പോൾ എന്തായിരിക്കും കഥ എന്നുള്ള കഥയാണെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പൊ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ അവരുടേതായ ഐഡിയാസ് പറയും. അതിനെ തുടർന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് KWL ചാർട്ട് എന്നത്. KWL ചാർട്ട്, അതായത് നോ അറിയുക, K എന്ന് പറയുന്നത് നോ, W want to know, L learned. ഇതൊരു സാധാരണ LP ക്ലാസ്സുകളിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. K എന്ന് പറയുമ്പോൾ നോ അറിയുക. ഈ നമ്മൾ ഓൾറെഡി കാണിച്ച പിക്ചർ വെച്ചിട്ട് അവർ എന്താണ് മനസ്സിലാക്കിയത്, എന്താണ് അവരറിഞ്ഞത് എന്ന് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ കഥ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ, ടീച്ചർ പറയണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് W want to know എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് വൺ ഈ ഒരു പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗദ്യഭാഗം വായിച്ചതിന് ശേഷം കുട്ടികൾക്ക് എന്ത് മനസ്സിലായി, ലേൺ ചെയ്തത് അവരെന്താണ് എന്ന് അവർ തന്നെ പറയുന്നത്, അത് അവർ കേട്ടിട്ട് അവർക്ക് എന്ത് മനസ്സിലായി എന്ന് പറയുക എന്നതാണ് മൂന്നാമത്തെ KWL ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അത് എല്ലായിടത്തും യൂസ് ചെയ്യുമോന്ന് അറിയില്ല. ഞാൻ ചിലയിടത്ത് ചില സ്കൂളുകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു മെത്തേഡാണ്. ഗവൺമെന്റ് സ്കൂളുകളിലല്ല കണ്ടേണ്, പക്ഷെ എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി രസകരമാണ്. കുട്ടികൾക്ക് ആദ്യം എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കാം, നിങ്ങൾക്ക് അത് കഴിഞ്ഞ് എന്താണ് അറിയാൻ താല്പര്യമുണ്ടോ, എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളൊരു സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെ അത് കഥ പറഞ്ഞതിന് ശേഷം അവർക്കെന്ത് മനസ്സിലായി എന്ന് ചോദിക്കാം. മറ്റൊരു പ്രധാന കാര്യം സ്റ്റോറി ടെല്ലിംഗ് സർക്കിൾ എന്ന് പറയുന്ന ഒരു സംഭവം. അതായത് കഥ പറയാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണു, അതിനെ തുടർന്ന്, അതായത് നമ്മൾ ഒരു കഥ സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് തന്നിട്ടുള്ള ആ ഗദ്യഭാഗത്തിന്റെ ആരംഭം നമ്മൾ അവതരിപ്പിച്ചു. പിന്നെ തുടർന്ന് കുട്ടികളോട് കഥ തുടരാനായിട്ട് ആവശ്യപ്പെടുക. അതായത് ഒരു കുട്ടി 1-2 വാചകം നമ്മൾ കളിക്കാറുള്ള ഒരു ഗെയിമാണ്. പക്ഷെ ഈ ഒരു കഥയും അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ അവസാനം അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ആ കഥ വികസിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ടീച്ചർ കഥ വായിക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരു സൗണ്ട് ഇഫക്ട്സ് കുട്ടികളോട് ഇടാൻ പറയും. അവർ പ്രത്യേകിച്ച് ബോയ്സ് ഒക്കെ നന്നായി സൗണ്ട് ഇഫക്ട്സ് ഇടാനൊക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഇവർ ചെയ്യും. അതുകൊണ്ട് തന്നെ അവരോട് ടീച്ചർ നല്ല രസമായിട്ട് കഥ അങ്ങനെ വായിച്ചു പോണ സമയത്ത് അവരോട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് വോയിസാണ് കൊടുക്കാനായിട്ട് മാച്ചായിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാനൊക്കെ പറയാം. അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ കുട്ടികളെ ക്യാരക്ടേഴ്സായിട്ട് ഇപ്പോൾ കോൺവെർസേഷൻ നാടകങ്ങളൊക്കെയാണ് ഭാഗം എടുക്കുന്നതെങ്കിൽ ഓരോ കുട്ടികളെ നിർത്തിയിട്ട് ആ പോർഷൻസ് അവരെ കൊണ്ട് വായിപ്പിക്കാം. അപ്പൊ അവരുടെ വോയിസിൽ ആ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നു.
അതും കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അതുപോലെ ലാസ്റ്റ് ക്യാരക്ടർ അനാലിസിസ് കുട്ടികളെ കൊണ്ട് പറയിക്കുക. വലിയ കാര്യത്തിലൊന്നല്ല, ചിലപ്പോൾ വല്ല ആനയുടെയും മയിലിന്റെയും കുറുക്കന്റെയും ഒക്കെ കഥയാണെങ്കിൽ പോലും ആനേനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഈ കഥ വായിച്ചിട്ട് എന്താണ്, ഇപ്പോൾ ആനേനെ പറ്റിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്താണ് പറയാനുള്ളത്? അപ്പൊ ചിലപ്പോൾ അവർ ആനേനെ പറ്റി ആ കഥയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, കൂടുതൽ അതിനെ പറ്റിയൊന്നും പറയാൻ അറിയില്ല എങ്കിൽ പോലും ആനേനെ പറ്റിയിട്ടുള്ള സന്ദർഭങ്ങൾ ആ കഥയിൽ നിന്ന് പല ഭാഗത്തു നിന്നും എടുത്ത് അവർക്ക് ഒരുമിച്ച് ചേർത്ത് പറയാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഗെയിംസും നമുക്കിവിടെ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഗദ്യഭാഗം എടുക്കുമ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് പറ്റുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സാധാരണ എല്ലായ്പ്പോഴും വായിച്ചു പോകുന്ന ഒരു മെത്തേഡാണ്. ഇതാവുമ്പോൾ പലതരത്തിൽ കുട്ടികളെ തന്നെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ആ ഒരു ഗദ്യഭാഗം എടുക്കാം. റിപ്പീറ്റ് ചെയ്തു വന്ന മറ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫീൽഡ് ട്രിപ്പ്, അധ്യാപകരുടെ പോരായ്മകള്, പോർട്ട്ഫോളിയോ എന്നുള്ളതൊക്കെ. പോർട്ട്ഫോളിയോ ഒക്കെ ഓൾറെഡി മുൻപ് 2-3 വട്ടം പറഞ്ഞതാണ്. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും, കുട്ടികളുടെ എല്ലാ പഠന ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബുക്ക്, അതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. നമ്മൾ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടീസ് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച കാര്യമാണ് ക്വാളിറ്റീസ് ഓഫ് ടീച്ചർ. ടീച്ചർമാരുടെ ക്വാളിറ്റീസ് എന്തെല്ലാം ആയിരിക്കണം എന്നാണ് ചോദിച്ചത്. ഡ്യൂട്ടീസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ടീച്ചർ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അത് വളരെയധികം ഒന്നും വ്യത്യസ്തമല്ല എങ്കിൽ പോലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തത് എപ്പോഴും ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളത്. നല്ല രീതിയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ളൊരു കഴിവുള്ള വ്യക്തിയായിരിക്കണം ടീച്ചർ. അതുപോലെ തന്നെ നല്ല ലിസണർ ആയിരിക്കണം, നല്ല ക്ഷമയുള്ളൊരു വ്യക്തിയായിരിക്കണം, നല്ല പേഷ്യൻസ് ഉണ്ടായിരിക്കണം. എന്ത് വന്നാലും കുട്ടികളുടെ അടുത്തൊക്കെ, പ്രത്യേകിച്ച് LP ക്ലാസ്സുകളിൽ ക്ഷമയോടുകൂടി ഇരിക്കാൻ കഴിവുള്ള വ്യക്തിക്ക് മാത്രമേ അവിടെ ടീച്ചറായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. മറ്റൊന്ന് ഫ്ലെക്സിബിൾ ആയിരിക്കണം, ഒഴുക്കമുള്ള, അതായത് ഏത് തരത്തിലുള്ള എന്ത് സന്ദർഭങ്ങൾ വന്നാലും അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കാനുള്ളൊരു കാപ്പബിലിറ്റി ആ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. മറ്റൊരു പ്രധാന കാര്യം ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം. തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടിയാൽ പഠനം നിർത്തുന്ന വ്യക്തിയായിരിക്കരുത് ടീച്ചർ. ഒരു ലൈഫ് ലോങ് ലേണർ ആയിരിക്കണം എന്നുള്ളത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, പറയാനായിട്ടും മറക്കരുത്. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ആ ടീച്ചർ സബ്ജക്റ്റിനെ പറ്റിയിട്ട് അറിയാനായിട്ടുള്ളൊരു താല്പര്യമുള്ള വ്യക്തിയായിരിക്കണം. അതുതന്നെയാണ് ലൈഫ് ലോങ് ലേണർ എന്നത്. എങ്കിൽ പോലും സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ അറിയാനുള്ളൊരു താല്പര്യം ആ ടീച്ചർക്ക് ഉണ്ടാവണം. മറ്റുള്ള സ്റ്റുഡൻസിനോട് അതുപോലെ തന്നെ വ്യക്തികളോട് ഒരു എമ്പതി എപ്പോഴും ഉണ്ടായിരിക്കണം ആ ടീച്ചർക്ക്. അങ്ങനെയുള്ളൊരു ക്യാരക്ടർ ആയിരിക്കണം ടീച്ചറുടേത്. അതുപോലെ അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്ന ഗുണവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏത് സാഹചര്യത്തിലും അതിനോട് ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു കഴിവ് ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ടീച്ചേഴ്സ് അവരുടെ പ്രൊഫഷന് വേണ്ടിയിട്ട്. ഒരു 10 to 4 ജോബല്ല ടീച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ മികച്ചൊരു ഓർഗനൈസേഷൻ ചെയ്യാനായിട്ടുള്ളൊരു എബിലിറ്റി, ഒരു കഴിവ് ആ ടീച്ചർക്ക് വേണം. പ്രത്യേകിച്ച് ഒരുപാട് ഇവൻറ്റ്സ് നടക്കുന്ന സ്ഥലമാണ് വിദ്യാലയം എന്ന് പറയുന്നത്. എന്നും എന്തെങ്കിലും ഒരു ദിനാചരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാവും. അപ്പം അത് നന്നായി ഓർഗനൈസ് ചെയ്ത് കൊണ്ട് അത് മികച്ച രീതിയിൽ ചെയ്യാനായിട്ടുള്ളൊരു കഴിവ് ടീച്ചറിന് ഉണ്ടായിരിക്കണം. ആ ഒരു ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കണം, ഇൻസ്പയറിങ് ആയിരിക്കണം. എല്ലാ കുട്ടികൾക്കും ഈ ടീച്ചറെ പോലെ ആകണം, അല്ലെങ്കിൽ ഈ ടീച്ചർ എന്ത് രസമായിട്ട് ചെയ്യണേ എന്ന് പറയാനായിട്ടുള്ളൊരു ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ നൽകാനായിട്ടുള്ളൊരു കഴിവുള്ള ടീച്ചറായിരിക്കണം എപ്പോഴും മികച്ച ടീച്ചർ എന്ന് പറയുന്നത്. കുട്ടികളെ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ടീച്ചർ. ഇതെല്ലാമാണ് ടീച്ചറുടെ ക്വാളിറ്റീസിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇതിനും അപ്പുറം ഉണ്ട് എങ്കിൽ പോലും ഇത്രയെങ്കിലും കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കുക.
അവസാനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യം, ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്ന വഴി ലഭിക്കുന്ന സ്കിൽസ് എന്താണ് എന്നാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഇപ്പം നൽകുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം അത്തരമൊരു ചോദ്യം ചോദിച്ചത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആവാനുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് എന്താണ് കിട്ടുന്നത് ആ ഒരു മറുപടി തന്നെയാണ് ഇവിടെ നമുക്ക് പറയേണ്ട കാര്യമുള്ളൂ. അതായത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് നമ്മുടെ കേരളത്തിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് വേണമെന്നില്ല എങ്കിൽ പോലും നമ്മൾ ഔട്ട്സൈഡ് കേരള പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ +2 കഴിഞ്ഞ് പല വിദ്യാർത്ഥികളും പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നവരാണ്. വ്യത്യസ്ത രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിൽ, മറ്റൊരു സംസ്ഥാനത്ത്, തമിഴ്നാട്, ബാംഗ്ലൂര്, ആന്ധ്ര അങ്ങനെ ഹൈദരാബാദ്, മിക്ക സ്ഥലങ്ങളിലും മിക്ക കുട്ടികളും +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പറന്നു പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും മികച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്ന വഴി ആ ഒരു എബിലിറ്റി കുട്ടികൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് അക്കാദമിക്കായിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ലാംഗ്വേജ് കയ്യിലുണ്ടെങ്കിൽ മികച്ച ജോലി അവസരങ്ങൾ അവർക്ക് ലഭിക്കാനായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഏതൊരു ഇൻഫോർമേഷനും ഏതൊരു റിസോഴ്സും ഇപ്പോൾ നമുക്കറിയാം, ഏത് പുസ്തകങ്ങളായാലും നെറ്റിലായാലും എന്ത് സെർച്ച് ചെയ്യണമെങ്കിലും നമുക്ക് ആദ്യം അതിൻ്റെ ഒരു ഉത്തരം വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇൻഫോർമേഷനും ഏത് റിസോഴ്സസും ആക്സസിബിൾ ആക്കണമെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് അത്യാവശ്യമാണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റിന്, ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽ വളരാനായിട്ട് ഇതിനെല്ലാം തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ പാരൻസ് എല്ലാവരും തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകളിൽ, നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിൽ പോലും ഇപ്പോഴാകെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സുകൾ മാത്രം തന്നെയാണ് ഉള്ളൂ. മലയാളം മീഡിയം വളരെ റെയർ ആയിട്ടാണുള്ളത്. അപ്പോൾ ഇതിനൊക്കെ കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്ന വഴി കുട്ടികൾക്ക് കിട്ടുന്ന ഒരു എക്സ്പ്ലോറേഷനാണ്. പ്രത്യേകിച്ച് 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഈ കുട്ടികൾ അടുത്തൊരു കോഴ്സിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ഒരു അപര്യാപ്തത അവരിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇത്തരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ, ഡ്യൂട്ടീസ് ഓഫ് എ ടീച്ചർ, അതുപോലെ ഒരു ഗദ്യഭാഗം പഠിപ്പിക്കുമ്പോൾ എങ്ങനെയൊക്കെ പഠിപ്പിക്കാം, എന്തൊക്കെ രീതിയിലൂടെ നമുക്ക് പഠിപ്പിക്കാം, പിന്നെ അതുപോലെ ഒരു ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ എങ്ങനെയൊക്കെ നമുക്കത് യൂസ്ഫുൾ ആക്കാം, പ്രത്യേകിച്ച് പ്രൈമറി ക്ലാസ്സുകളിൽ എന്ന് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടപ്പാക്കിയത് കൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ് എയിം ചെയ്തിട്ടുള്ള കാര്യം എന്നുള്ളൊരു ചോദ്യം. ഇത്രയും ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റിയിട്ടുള്ളത്. ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങളായി മികച്ച വീഡിയോകൾ ചെയ്തുകൊണ്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനെ സജസ്റ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും മികച്ചൊരു ഇൻ്റർവ്യൂ ആശംസിക്കുന്നു. നന്ദി.